ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ലെന്നാണ്. കാരണം അങ്ങനെ ഒരു കേസ് എടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല. ആദ്യം കേസ് അന്വേഷിച്ചാണ്. അപ്പോൾ ഈ കേസ് ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് വിജിലൻസ് തന്നെ ഉപേക്ഷിച്ചാണ്. ആഭ്യന്തര വകുപ്പ് എല്ലാം കണ്ട് ഉപേക്ഷിച്ചാണ്. രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു രീതി 4-5 കൊല്ലമായി അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല. കാരണം 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് 2018 ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞു.